സോ നൗ നമ്മൾ എയറോബിക് റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഗ്ലൈക്കോളിസിസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഗ്ലൈക്കോളിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ ഗ്ലൂക്കോസ് മോളിക്യൂൾ ടു 2 molecules ഓഫ് പൈറുവിക് ആസിഡ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ 2 molecule പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഒരു ലോങ് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെയാണ് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത്. സോ ദ പ്രോസസ് ഈസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് എംറ്റൺ മേയർഹോഫ് പാർനേഴ്സ് പാത്വേ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശാസ്ത്രജ്ഞന്മാരുടെ പേരിലാണ് അങ്ങനെ ഒരു പേരിൽ കൂടി ഇതിനെ അറിയപ്പെടുന്നത്. സോ നമുക്ക് സമയം കളയാതെ അതിന്റെ സ്റ്റെപ്സിലോട്ട് പോവാം. ഫസ്റ്റ് ഗ്ലൂക്കോസിനെയാണ് ഇവിടെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത്. സോ ഫസ്റ്റ് ഗ്ലൂക്കോസ്. In the first step, glucose will convert to glucose 6-phosphate. അതായത് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യാണ് ഗ്ലൂക്കോസിലോട്ട്. സോ ഗ്ലൂക്കോസ് വിൽ കൺവേർട്സ് ടു ഗ്ലൂക്കോസ് 6-phosphate. ആ സമയത്ത് ഫോസ്ഫേറ്റിനെ സപ്ലൈ ചെയ്യുന്നത്, ഫോസ്ഫേറ്റിനെയും ഈ പ്രോസസ്സിന് വേണ്ട എനർജിയും സപ്ലൈ ചെയ്യുന്നത് ഒരു ATP മോളിക്യൂൾ ആണ്. an ATP molecule will converts to an ADP molecule. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായി മാറി? ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് an enzyme called hexokinase or glucokinase. ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് എന്തായി മാറുകയാണ്? ഗ്ലൂക്കോസ് 6-phosphate ആയി മാറുകയാണ് ബൈ ദ അഡീഷൻ ഓഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ കൈനേസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കൈനേസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റിന്റെ അഡീഷന്റെ അല്ലെങ്കിൽ റിലീസിന്റെ സമയത്ത് ആക്ട് ചെയ്യുന്ന എൻസൈം ആണ്. അതിന്റെ കൂട്ടത്തിൽ ഗ്ലൂക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് ഗ്ലൂക്കോസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റിനെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പല കേസിലും കൈനേസിനെ പറയുമ്പോഴും അതിന്റെ അത് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റും കൂടെ ചേർത്താണ് നമ്മൾ എൻസൈമിനെ പറയുന്നത്. ഇങ്ങനെ ഓർത്തിരുന്നാൽ എൻസൈംസിന്റെ പേര് മറക്കാൻ സാധ്യതയില്ല. സോ ഗ്ലൂക്കോസ് 6-phosphate then converts to one of its isomeric form, fructose 6-phosphate. Fructose 6-phosphate ആയിട്ട് മാറുന്നു with the help of an enzyme called phosphohexose isomerase. ഇവിടെ ഐസോമർ ആയിട്ട് മാറുകയാണ്. ഇവിടെ ഗ്ലൂക്കോസ് 6-phosphate ഫ്രക്ടോസ് 6-phosphate ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് ഐസോമറേസ്. ഫോസ്ഫോഹെക്സോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇസ് എ ഹെക്സോസ് ഷുഗർ അല്ലെ. അപ്പൊ ഈ സബ്സ്ട്രേറ്റിനെയാണ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഫോസ്ഫോഹെക്സോസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോസ്ഫോഹെക്സോസ് ഐസോമറേസ് ഇസ് ദ എൻസൈം ഹെൽപ്പിംഗ് ദിസ് സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ ഗ്ലൂക്കോസ് 6-phosphate അതിന്റെ ഐസോമർ ആയ ഫ്രക്ടോസ് 6-phosphate ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ദെൻ ദിസ് ഫ്രക്ടോസ് 6-phosphate will converts into fructose 1,6-bisphosphate. fructose 1,6-bisphosphate. ഇവിടെ ഒരു ഫോസ്ഫേറ്റിനെ കൂടി എന്ത് ചെയ്യാണ്? ഫ്രക്ടോസ് 6-phosphate ആഡ് ചെയ്യാണ്. ആ ഫോസ്ഫേറ്റിനെയും എവിടെ നിന്നാണ് കിട്ടുന്നത്? ATP മോളിക്യൂൾ ADP ആയി മാറുമ്പോഴത്തേക്ക് കിട്ടുന്ന ഫോസ്ഫേറ്റിനെ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ സഹായിക്കുന്ന എൻസൈം ആണ് phosphofructose kinase. കണ്ടോ? ഫോസ്ഫേറ്റിന്റെ അഡീഷൻ സമയത്ത് കൈനേസ് വന്നു. ഫ്രക്ടോസ് 6-phosphate ആയ ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആ എൻസൈം ആണ് ഇവിടെ സഹായിക്കുന്നത്. അപ്പം ഇത്രയും സ്റ്റെപ്പില് 2 സ്ഥലത്ത് ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ATP ഉപയോഗിക്കുന്നു. കണ്ടോ? ഇവിടെ ഒരു ATP ഉപയോഗിക്കുന്നു, ഇവിടെ ഒരു ATP ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇതിന് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ ATP യൂട്ടിലൈസ് ചെയ്യുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ATP ഉണ്ടാക്കിയെടുക്കുകയല്ലേ വേണ്ടത് ഗ്ലൂക്കോസിൽ നിന്ന്. അപ്പൊ ഇവിടെ 2 ATP നമ്മൾ കൊടുത്തിട്ട് ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. That is why this phase is called preparatory phase. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ഫ്രക്ടോസ് 1,6-bisphosphate സ്പ്ലിറ്റ് ചെയ്ത് 2 വസ്തുക്കളായിട്ട് മാറുന്നു. That is, one is
glyceraldehyde 3-phosphate, and second one is dihydroxy acetone phosphate, which are interconvertible. അപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടും ഡൈഹൈഡ്രോക്സി അസറ്റൈൻ ഫോസ്ഫേറ്റിന് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റുമായിട്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫർദർ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലാണ് ബാക്കി റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനും റിയാക്ഷനിൽ പങ്കെടുക്കാം only after changing into glyceraldehyde 3-phosphate. Glyceraldehyde 3-phosphate ആയിട്ട് മാറിയ ശേഷം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് ബാക്കി റിയാക്ഷൻസിലോട്ട് വരാൻ പറ്റും. അല്ലാതെ ഈ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതിന്റെ ഫ്രക്ടോസിക് ബൈ16 ബൈഫോസ്ഫേറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈം ആണ് ആൽഡോലേസ്. ഓക്കെ, ആൽഡോലേസ്. അപ്പോൾ ഇവിടെ ഇനി ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന്റെയും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന്റെയും കൺവേർഷൻ സഹായിക്കുന്ന എൻസൈം ഉണ്ട്, ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമെറേസ്. ഒരു എൻസൈമും കൂടി ഇവിടെ ഉണ്ട്. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ സഹായിക്കും. ദെൻ ഇനിയുള്ള റിയാക്ഷൻസ് എല്ലാം ഇനിയുള്ള സ്റ്റെപ്പുകളെല്ലാം കൺവേർഷൻസ് എല്ലാം നടക്കുന്നത് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലാണ്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയി മാറിയ ശേഷം ബാക്കി സ്റ്റെപ്പുകളിലേക്ക് എൻട്രി ചെയ്യാം. സോ ദെൻ ദിസ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് undergoes oxidation. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഓക്സിഡേഷൻ സംഭവിച്ചത് ആസിഡ് ആയി മാറും. ഇവിടെ ആൽഡിഹൈഡ് ആണ് ഗ്ലിസറാൽഡിഹൈഡ്, അത് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ഇതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കൂടെ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ബിക്കോസ് ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത് NAD+, ഒരു NAD+ കൺവേർട്ട് ചെയ്ത് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് NADH+ H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഓക്സിഡൈസ് ചെയ്യപ്പെടും along with the addition of a phosphate. ഇത് ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ATPയിൽ നിന്നോ മറ്റും കിട്ടുന്നതല്ല. ഇത് അതായത് ഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ഈ ഫോസ്ഫേറ്റിനെ ഇവിടെ ആഡ് ചെയ്ത ശേഷം ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് will converts to 1,3 ഇവിടെ 3 തേർഡ് കാർബണിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ 1,3 bis phosphoglycerate or glyceric acid 1,3 bisphosphoglycerate ആയിട്ട് മാറും. ഇതിനെ സഹായിക്കുന്ന എൻസൈം ആണ് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate dehydrogenase. അങ്ങനെ ഗ്ലിസറാൽഡിഹൈഡ് ആസിഡ് ആയിട്ട് മാറും. ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate will converts to 1,3 bisphosphoglycerate, and then this 1,3 bisphosphoglycerate will converts to 3-phosphoglycerate. അപ്പൊ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടുന്ന് പോയി. അപ്പൊ ഇവിടെ 3-phosphoglycerate അല്ലെങ്കിൽ 3-phosphoglyceric ആസിഡ് ആയിട്ട് മാറി. ഇതിനെ സഹായിക്കുന്ന എൻസൈം ആണ് അപ്പൊ ഇവിടെ ഇവിടുന്ന് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഫോസ്ഫേറ്റിനെ ആര് സ്വീകരിക്കും? ഒരു ADP ആ ഫോസ്ഫേറ്റിനെ സ്വീകരിച്ച് എന്തായി മാറും? ATP ആയി മാറും. അപ്പൊ ഇവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ATPനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ATP ഉണ്ടാകുന്നത് ഈ സ്റ്റെപ്പിലാണ്. ഇവിടെ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഒരു ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്ത് 3-phosphoglycerate ആയിട്ട് മാറുമ്പോൾ അവിടെ ആ ATP ഉപയോഗിച്ചിട്ട് ADP എന്ത് ചെയ്യും? അവിടെ ആ ഫോസ്ഫേറ്റിനെ ഉപയോഗിച്ചിട്ട് ADP എന്താവും? ATP ആയിട്ട് മാറും. സോ 3-phosphoglycerate then 3-phosphoglycerate എന്തായിട്ട് മാറുന്നു? 3-phosphoglycerate ഒരു 2-phosphoglycerate ആയിട്ട് മാറുന്നു. 2-phosphoglycerate ആയിട്ട് മാറുന്നു.
അവിടെ എന്താ സംഭവിക്കുന്നത്? ജസ്റ്റ് തേർഡ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ 2-phosphoglycerate ആയിട്ട് മാറുമ്പോൾ സഹായിക്കുന്നത് ഒരു എൻസൈം ഉണ്ട്. ഇവിടെ ഇവിടെ ATP, ഇവിടെ ഒരു എൻസൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 1,3-bisphosphoglycerate 3-phosphoglycerate ആയിട്ട് മാറുമ്പോൾ ഇവിടെ ഒരു ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നുണ്ട് ADP-യിലോട്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ADP-യിൽ നിന്നും ATP-യിൽ നിന്നും ഫോസ്ഫേറ്റ് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ADP-യിലോട്ട് ആഡ് ചെയ്യുമ്പോഴോ സഹായിക്കുന്ന എൻസൈമാണ് കൈനേസ്. ഇവിടെ ഫോസ്ഫോഗ്ലിസറേറ്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആ എൻസൈമാണ് ഇവിടെ ഈ സ്റ്റെപ്പിൽ സഹായിക്കുന്നത്. അതിനുശേഷം 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് മാറുകയാണ്. അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ പൊസിഷൻ ഒന്ന് മാറുകയാണ്. അപ്പോഴത്തേക്ക് 3-phosphoglycerate 2-phosphoglycerate ആയിട്ട് മാറുമ്പോൾ സഹായിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് mutase. Phosphoglycerate mutase. And then this phosphoglycerate mutase will undergo dehydrogenation reaction. അതായത് ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടമായി പോകുന്നു, H2O, dehydrogenation reaction, and then it forms dehydrogenation reaction in the presence of an enzyme called enolase, and it forms phosphoenol pyruvate or phosphoenol pyruvic acid. അപ്പോൾ enolase എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ 2-phosphoglycerate ഡീഹൈഡ്രോജനേഷൻ സംഭവിച്ച് അത് phosphoenol pyruvate ആയിട്ട് മാറുന്നു. And then this phosphoenol pyruvate release a phosphate group. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? phosphoenol pyruvate റിലീസ് ചെയ്യും. ആ ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യും? ADP ആഡ് ചെയ്ത് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്ത് ATP ആയിട്ട് മാറുന്നു. അപ്പൊ രണ്ടാമത്തെ ATP എവിടെ ഉണ്ടായി? phosphoenol pyruvate ഫോർമേഷന്റെ സമയത്ത് ഉണ്ടായി. ഇതിനെ സഹായിക്കുന്ന എൻസൈമാണ് പൈറുവേറ്റ് കൈനേസ്. കണ്ടോ, കൈനേസ് ഇവിടെ ഒരു ATP അഡീഷൻ വന്നപ്പോഴത്തേക്ക് pyruvate kinase and phosphoenol pyruvates last forms pyruvic acid, pyruvate or pyruvic acid. ഇത്രയും സ്റ്റെപ്സിലാണ് ഗ്ലൈക്കോളിസിസ് കംപ്ലീറ്റ് ആകുന്നത്. ഒന്നുകൂടി നോക്കാം. Glucose will convert to glucose 6-phosphate in the presence of an enzyme called hexokinase or glucokinase. അവിടെ ഒരു ATP ADP ആയിട്ട് മാറുന്നു. Then glucose 6-phosphate fructose 6-phosphate ആയിട്ട് മാറുമ്പോൾ hexose kinase എന്ന് പറഞ്ഞ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം സഹായിക്കുന്നു. Then fructose 6-phosphate fructose 1,6-biphosphate ആയിട്ട് മാറുമ്പോൾ phosphofructokinase എന്ന് പറഞ്ഞ എൻസൈം സഹായിക്കുന്നു. അവിടെ ഒരു ATP ADP ആയിട്ട് മാറുന്നു. ഈ ഇത്രയും സ്റ്റെപ്പില് പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇത്രയും സ്റ്റെപ്പില് 2 ATP നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം fructose 1,6-bisphosphate glyceraldehyde 3-phosphate അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഒരു എൻസൈം ഉണ്ട്, ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. പക്ഷേ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിൽ ഫർദർ സ്റ്റെപ്സ് നടക്കില്ല. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ആയി മാറിയിട്ട് തുടർന്നുള്ള സ്റ്റെപ്പിൽ പങ്കെടുക്കാം. So glyceraldehyde 3-phosphate will convert to 1,3-bisphosphoglycerate aldehyde acid ആയിട്ട് മാറി. In the presence of an enzyme called glyceraldehyde 3-phosphate dehydrogenase. അവിടെ ഒരു ഇത് ഓക്സിഡേഷൻ, ഇതിന് glyceraldehyde 3-phosphate ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഒരു NAD+ NADH ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആഡ് ചെയ്യപ്പെടുന്നു. And then it will convert to 1,3-bisphosphoglycerate. അവിടെ വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നഷ്ടപ്പെടുത്തുന്നു. ആ ഫോസ്ഫേറ്റിനെ ADP ആഡ് ചെയ്ത് ATP ആയിട്ട് മാറുന്നു. ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ATP ഫോർമേഷൻ നടക്കുന്നത്. Then അവിടെ സഹായിക്കുന്ന എൻസൈമാണ് phosphoglycerate kinase. And then this 3-phosphoglycerate will convert to 2-phosphoglycerate. ഫോസ്ഫേറ്റിന്റെ പൊസിഷൻ മാറ്റി. അവിടെ സഹായിക്കുന്ന എൻസൈമാണ് phosphoglycerate mutase. 2-phosphoglycerate undergoes dehydrogenation reaction by releasing a water molecule. In the presence of an enzyme called enolase, it will convert to phosphoenol pyruvate, and then this phosphoenol pyruvate again lost a phosphate group
and that phosphate will accepted by an ADP molecule and then it converts to ATP. In the presence of an enzyme called pyruvate kinase, it forms pyruvic acid or pyruvate. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പൈറുവിക് ആസിഡിനെ സിന്തസൈസ് ചെയ്തിരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ഗ്ലൂക്കോസ് എന്തായി മാറി? പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. ഇനി ഇപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറി. നമുക്ക് ഇതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ഒന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഇത്രയും സ്റ്റെപ്പിൽ എവിടെയൊക്കെയാണ് നമുക്ക് ATP ഉണ്ടായത്? ATP ഫോം ചെയ്തത് ഇവിടെ ഒരു ATP ഉണ്ടായി, ഇവിടെ ഒരു ATP ഉണ്ടായി. ടോട്ടൽ 2 ATP ആണ് ഈ സ്റ്റെപ്പിൽ ഉണ്ടായത്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടി നടക്കും. അപ്പൊ ടോട്ടൽ 2 സ്റ്റെപ്പുകളിലായിട്ട് 4 ATP നമുക്ക് ഇവിടെ കിട്ടും. 4 ATP ആണല്ലോ, 4 ATP കിട്ടും ഈ 2 സ്റ്റെപ്പിൽ നിന്നും. എന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 ATP ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് അത് സബ്ട്രാക്ട് ചെയ്യണം. 2 ATP സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് 2 ATP ആണ്. അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 ATP മോളിക്യൂളാണ്. മനസ്സിലായോ? 2 ATP മോളിക്യൂൾസ്. അതുപോലെ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു NADH+H+ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ NADH2 എന്ന് പറയും കേട്ടോ, കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ ഈ NADH2 നമുക്ക് NADH2 എന്ന് പറഞ്ഞാൽ 3 ATP മോളിക്യൂളിന്റെ ചുരുക്കമാണ് ഒരു NADH2 എന്ന് പറയുന്നത്. അപ്പൊ ഈ NADH2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഫർദർ സ്റ്റെപ്സിൽ, അതായത് ഇനി ക്രബ് സൈക്കിൾ ഉണ്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലൊക്കെയാണ് നമുക്ക് ഇതിനെ ATP ആക്കി മാറ്റാൻ സാധിക്കുന്നത്, എനർജി ആക്കി മാറ്റാൻ സാധിക്കുന്നത്. ഡയറക്ട്ലി നമുക്ക് ഇവിടെ നിന്ന് എത്ര ATP കിട്ടുന്നു? ടോട്ടൽ ഓഫ് 2 ATP മോളിക്യൂൾസ്. അപ്പൊ ഒരു NADH2 കിട്ടുന്നുണ്ട്. ഒരു NADH2 അല്ല, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിന്റെ ഈ സ്റ്റെപ്പിൽ ഒരെണ്ണം, ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ ഒരു NADH2 കൂടി കിട്ടുന്നുണ്ട്. ടോട്ടൽ 2 NADH2. പക്ഷെ അതിന് ഇവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കറൻസി അല്ല, മനസ്സിലായില്ലേ? ATP എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ഫോം ആണ്. അപ്പൊ അത് എത്ര കിട്ടുന്നുണ്ട്? ടോട്ടൽ ഓഫ് 2 ATP. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണും, അങ്ങനെയാണെങ്കിൽ അനൈറോബിക് റെസ്പിറേഷനിലും പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന NADH2 എവിടെ ഉപയോഗിക്കുന്നു? കാരണം അടുത്ത സ്റ്റെപ്പ് ഇല്ലല്ലോ, അത് നേരെ ഇതേൽ ആൽക്കഹോൾ ആക്കി മാറുവാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് അനൈറോബിക് റെസ്പിറേഷന്റെ സമയത്ത് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആര്? ഗ്ലൂക്കോസ് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പം ഈ സമയത്തല്ലേ നമ്മളുടെ ഒരു NADH2 ഉണ്ടാകുന്നത്, ഒരു NADH2 ഇവിടെ ഫോം ചെയ്യുന്നത്. ഇതാ നോക്കൂ, ഒരു NAD+ എന്തായി മാറുന്നു? NADH2 ആയിട്ട് മാറുന്നു. അപ്പൊ ഈ പൈറുവിക് ആസിഡിനെ പിന്നെ അവര് 2 മോളിക്യൂൾസ് ഓഫ് അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഈ അസറ്റാൽഡിഹൈഡ് ആണ് എന്തായി മാറുന്നത്? ഈഥൈൽ ആൽക്കഹോളായിട്ട് മാറുന്നത്. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഉണ്ടാക്കിയ NADH2 അവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ഈഥൈൽ ആൽക്കഹോൾ ആകുന്ന സ്റ്റെപ്പില് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? NADH2 NAD+ ആക്കി ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ അവർ ഉണ്ടാക്കിയ NADH2 അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ സ്റ്റെപ്പിലോട്ട് പോയില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല, ഇവിടെ തന്നെ NADH2 അവർ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതാണ് അനൈറോബിക് റെസ്പിറേഷനിൽ നടക്കുന്ന കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് ഈ ഫുൾ സ്റ്റെപ്സിനെയാണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്ലൈക്കോളിസിന്റെ സമയത്ത് നടക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന കാര്യം പറയുമെങ്കിലും അതിനിടയ്ക്ക് ഇത്രയും സ്റ്റെപ്പുകളും അതിനെ സഹായിക്കുന്ന എൻസൈമുകളും ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രബ് സൈക്കിൾ ആണ്. സോ നെക്സ്റ്റ് വീഡിയോ.